അങ്ങനെ നമ്മൾ കാത്തിരുന്ന IT മിഡ് ടേം എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള 9 വിഷയങ്ങൾ പോലെയല്ല IT എക്സാം നടക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിന് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മുടെ IT എക്സാമിന്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ IT എക്സാം നടക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകൾ പോലെ തന്നെ പുതിയ സിലബസ് ആണ്, പുതിയ IT ടെക്സ്റ്റ് ബുക്ക് ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര കാലവും നമ്മുടെ IT എക്സാം എന്ന് പറയുന്നത് അതിന്റെ പ്രാക്ടിക്കൽ നടന്നിരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ നമുക്കൊരു ചാപ്റ്റർ കൂടി ഉണ്ട്, നമ്മുടെ റോബോട്ടിക്സിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, ദ വേൾഡ് ഓഫ് റോബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നമുക്ക് പ്രാക്ടിക്കൽ ചോദ്യങ്ങളായിട്ടുണ്ട്. അത് റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഈ മിഡ് ടേം എക്സാമിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. അപ്പോൾ സർക്കുലർ പ്രകാരം 2025 ഒക്ടോബർ 21 മുതൽ 2025 നവംബർ 14 മുമ്പായിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതായത് ഒക്ടോബർ 21 തീയതി മുതൽ നിങ്ങളുടെ സ്കൂളുകളിൽ IT മിഡ് ടേം എക്സാം നടക്കും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നതായിരിക്കും അടുത്ത സംശയം. അപ്പോൾ നമുക്കറിയാം തിയറി സെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. തിയറി സെക്ഷനിൽ നമ്മുടെ ആദ്യത്തെ 6 ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി മുതൽ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് റോബോട്ട്സ് എന്ന ചാപ്റ്റർ വരെയുള്ള ആദ്യത്തെ 6 ചാപ്റ്ററുകളിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിയറി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രാക്ടിക്കൽ സെക്ഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി, 2ാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ, 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഭാഷ അഥവാ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, അതുകൂടാതെ 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ വെബ് പേജ് ഡിസൈനിങ്ങിനെ പറ്റി പഠിക്കുന്ന CSS കാര്യങ്ങളും പഠിക്കുന്ന മേക്ക് വെബ് ലുക്ക് സ്റ്റൈലിഷ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതേപോലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ അവിടെയാണ് ഈ വർഷം പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നത്, റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട്. ദ വേൾഡ് ഓഫ് റോബോട്ട്സ്, റോബോട്ടുകളുടെ ലോകം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ വർഷം ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ സൈലവും നിങ്ങളുടെ കൂടെ തന്നെ IT എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.